ഞാറെന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഞാൻ നവംബർ 2024 സ്റ്റാർട്ട് ചെയ്തതാണ് ആ പ്രൊജക്റ്റ്. അന്ന് ഇത്തിരി ഉണ്ടായിരുന്നു സംഭവം. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പകുതിക്ക് വെച്ച് കുറേ പ്രശ്നങ്ങൾ കാരണം കുറേ ചേഞ്ചസ് വന്നു. ആ ഒരു ചേഞ്ചസ് വന്നപ്പോൾ കുറേ ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഒരു പണിയില്ലാതിരുന്നതുകൊണ്ട് ഞാൻ കുത്തിയിരുന്ന് കുറേ എഴുതി. അങ്ങനെ എഴുതി അത് എന്തോ ഒരു വലിയ സംഭവമായി. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് അത് കണക്റ്റ് ആവുമെന്നാണ്. ഞാൻ 2-3 ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചു. സ്ക്രിപ്റ്റ് പറഞ്ഞു, ഒരു സ്റ്റോറി പറഞ്ഞു, പക്ഷെ അവർക്ക് കണക്റ്റ് ആയി. കണക്ഷൻ ആയിരുന്നു അവരുടെ പ്രശ്നം. പക്ഷെ നമ്മുടെ ഒരു ടീമുണ്ട്, മൂവി ഗീക്സ് പ്രൊഡക്ഷൻസ്, അതിൻ്റെ ചാനലുണ്ട്. അതുപോയി സബ്സ്ക്രൈബ് ചെയ്യുക ഇഫ് യു ലൈക്ക് ടു. ഓക്കെ, അതിലാണ് നമ്മുടെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം വന്നത്. ഭാർഗവശസ്ത്ര എന്ന് പറഞ്ഞൊരു ഹിന്ദു മിത്തോളജി ഫിക്ഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബേസ് ചെയ്തൊരു സാധനം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ബ്രഹ്മയുഗം പോലെ. ഇൻസ്പയർഡ് ഫ്രം ബ്രഹ്മയുഗം എന്ന് പറയാം. അതൊരു യൂണിവേഴ്സ് ടൈപ്പ് ഷോർട്ട് ഫിലിം സെറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഓൾസോ അതൊരു 4-part ഷോർട്ട് ഫിലിമാണ്. സോ ഫസ്റ്റ് വാസ് ലൈക്ക് ജസ്റ്റ് നമ്മൾ ബഡ്ജറ്റ് ഇല്ലാത്ത ചെയ്തൊരു സംഭവമാണ്. ഓൾമോസ്റ്റ് ലൈക്ക് 1 month മാത്രം 1.5 month എടുത്തു മൊത്തം സംഭവം സെറ്റ് ചെയ്യാൻ. കാരണം 2024 ജൂലൈയിൽ ഞാൻ നാട്ടിൽ പോയി. ജൂലൈ അവസാനം ഓഗസ്റ്റ് സ്റ്റാർട്ടിങ് എന്തോ ജൂലൈ അവസാനം ആവാറായപ്പോഴത്തേക്കും നാട്ടിൽ പോയി. അപ്പം അതിന് മുമ്പേ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്തായിരുന്നു, അടി എന്ന് പറഞ്ഞാൽ. പക്ഷേ സാങ്കേതിക തകരാറ് കാരണം അത് വർക്കായില്ല. ലാസ്റ്റ് മിനിറ്റിൽ അതിൻ്റെ കുറേ സംഭവങ്ങൾ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമ്മൾ അത് വിട്ടു. പിന്നീട് നമ്മൾ ചെയ്തത് 3 ദിവസം കൊണ്ടൊരു സ്റ്റോറി സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി. അതിനെ ലെയർ ബൈ ലെയർ ഇൻഡെപ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ലെയേഴ്സ് ഉണ്ട്, അതിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. കുത്തിയിരുന്ന് കാണണം, എന്നാൽ മാത്രമേ ആ ലെയേഴ്സിലോട്ട് ഡീപ്പായിട്ട് പോകാൻ പറ്റൂ. അതൊക്കെ വെറും 3 ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു. 4th day നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. 1 monthനടുത്ത് ഷൂട്ടിംഗ്, പോസ്റ്റ് പ്രൊഡക്ഷൻ, എഡിറ്റിംഗ്, എല്ലാ പരിപാടിയും ചെയ്തു. മ്യൂസിക് ഇല്ലായിരുന്നു, നമ്മൾ മ്യൂസിക്കൊക്കെ അടിച്ചു മാറ്റിയായിരുന്നു. മ്യൂസിക് അപ്പം നമ്മൾ യൂട്യൂബിൽ നിന്ന് എന്തൊക്കെയോ എടുത്ത് അന്ന് എന്തൊക്കെയോ ചെയ്തു. അതിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ സൗണ്ട് ഡിസൈൻ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഞാനാണ് ചെയ്തത്. അതുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഡയറക്ഷനും ഞാനാണ്. പിന്നെ അതിൽ മെയിൻ ലീഡിൽ അഭിനയിച്ച ഹരിശങ്കർ മേനൻ, മൈ അണ്ണൻ, വാസ് ദി കോ റൈറ്റർ ടു. അപ്പോൾ അതേ ഗ്യാങ് തന്നെയാണ് ഇതിലും പ്യാറിലും വരാൻ പോകുന്നത്. പക്ഷേ അതിലേക്ക് കുറേ പുതിയ മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളിലാണ് പ്യാർ നൽകിയത്. പിന്നെ പ്യാർ എഴുതാൻ തന്നെ കുറേ കഥകളുണ്ട്. പ്യാർ കുറേ ആൾക്കാരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളും ഞങ്ങളുടെ ക്രൂവിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളും ക്രൂവിലെ ആൾക്കാരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളും എൻ്റെ എല്ലാവരും കൂടെ മിക്സ് ചെയ്ത് എഴുതിയൊരു കഥയാണ്. അതൊരു റോം-കോം ടൈപ്പ് സംഭവമാണ്. സോ അങ്ങനത്തെ ഒരു സാധനം എഴുതി. പിന്നെ ഡിലേ ആയാലും ദ ക്വാളിറ്റി വിൽ ബി വെരി ഗുഡ് സാധനമായിരിക്കും. പിന്നെ പറയാനുണ്ടാ, നമ്മൾ ഇങ്ങനെ ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് 2-3 സാധനങ്ങളൊക്കെ ചെയ്ത് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയൊക്കെ ചെയ്യും, ബിഗ് സ്ക്രീനിലോട്ട് വരും. ദാറ്റ്സ് ഗോൾ പക്ഷെ എല്ലാം നടക്കും, എല്ലാം നടത്തിയിരിക്കും. ഇത് കാണുന്ന നിങ്ങൾക്ക് ഓരോരോ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും നടക്കും. എൻ്റെ ആഗ്രഹം നടക്കും, എൻ്റെ ക്രൂവിൻ്റെ ആഗ്രഹം നടക്കും, എല്ലാവരുടെയും ആഗ്രഹം നടക്കും. കാരണം ഇതൊന്നും നടത്താതെ നമ്മൾ ഈ മണ്ണിൽ നിന്ന് പോയില്ല. മോട്ടിവേഷൻ ഉണ്ടാവും. അങ്ങനെ ഭാർഗവശസ്ത്ര ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 4 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അടുത്ത കഥേൻ്റെ ഐഡിയ കിട്ടാൻ നവംബറിന് 2 മാസം മുമ്പ് ഒരു വേറെ സംഭവം നടന്നു. അതിൽ നിന്ന് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടി. ഒരു കിടിലൻ വില്ലൻ കഥയൊക്കെ എഴുതാമെന്നാണ് ആദ്യം പ്ലാൻ. പിന്നെ ഒരു റോം-കോമിലോട്ടൊക്കെ എത്തിയപ്പോൾ എൻ്റെ കഥ മാത്രം എടുക്കണ്ട, ബാക്കി 2-3 ആൾക്കാരുടെ കഥയും കൂടെ വച്ചൊരു കഥയാക്കിയാൽ കുറച്ചുകൂടി രസമാണെന്ന് വെച്ചു. അങ്ങനെ പ്യാർ എന്ന് പറഞ്ഞ പേരിട്ട് ഒരു സാധനം ചെയ്തു. പക്ഷെ അതിന് ഞാൻ ഫസ്റ്റ് കൊടുത്ത പേരെന്ന് പറഞ്ഞാൽ ലവ് കാതിൽ അമോർ എന്നാണ്. അമോർ മീൻസ് ലൈക്ക് ലവ് ഇൻ ഫ്രഞ്ച്. അപ്പം അങ്ങനെ ഒരു 3 വേർഡ്സ് ഇട്ടൊരു പേരാക്കിയ. പിന്നെ അത് സംഹൗ ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി പ്യാർ. സോ അത് കഴിഞ്ഞപ്പം ഞാൻ അതിലോട്ടെത്തി. വെയിറ്റ്, ഐ വിൽ ബി ബാക്ക്.